ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് അർത്ഥങ്ങളിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അവസ്ഥയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും, പിന്നെ സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി വെർബ് ബി ഉപയോഗിക്കും. പിന്നെ മറ്റു ഉപയോഗങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നീട് കാണാം. അപ്പോൾ നമ്മൾ ഇതിലെ പ്രസന്റ് ഫോമിലെ 3 വാക്കുകൾ ബിക്ക് ഉണ്ട്. ഇത് ബിക്ക് മാത്രമാണ് 3 ഉള്ളത്. ബാക്കി എല്ലാ വേർബ്സിനും ഇംഗ്ലീഷിലെ പ്രസന്റ് ഫോമിൽ 2 ഉള്ളത് നമ്മൾ കണ്ടു. സിംഗുലറും പ്ലൂറലും ഉള്ളൂ. പക്ഷേ ബിക്ക് ആൻ എന്നുള്ളത് കൂടിയുണ്ട്. ആൻ ഈസ്, അതിന്റെ എല്ലാ അർത്ഥം ആകുന്നു. പക്ഷെ നമ്മൾ മലയാളത്തിൽ ആകുന്നു എന്നും പറയാറില്ല, ആണെന്ന് പറയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യത്തെ വാചകം കണ്ടു, വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. വി ആർ ഹാപ്പി, വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരാണ്. നമ്മൾ ഇന്ന് കാണുന്നതിന്റെ ചോദ്യം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ കാണുകയുണ്ടായി, ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെർബിന്റെ ക്രിയയുടെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും. അപ്പൊ അത് ചോദ്യമായി. നമ്മുടെ ഭാഷയിൽ നമ്മൾ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഒരു ഭാഗമുള്ളൂ, ആർ എന്നുള്ളതാണ് വെർബ്, അതിൽ ഒരെണ്ണുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു, ആറിനെ ഇവർ തൊടില്ല. ഈ വെർബ് ബിയെ മാത്രമേ ഇവർ മുറിക്കുമൊന്നുമില്ല. നേരത്തെ ചില ക്ലാസ്സുകളിൽ നമ്മൾ കാണുകയുണ്ടായി, ഒരു വാക്ക് മാത്രം ഉണ്ടെങ്കിൽ അത് 2 ആക്കും. ഡസ് ഗോ എന്നൊക്കെ ആക്കും, ഡു ഗോ, ഡിഡ് ഗോ എന്നൊക്കെ പറഞ്ഞാക്കുമെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ഈ വെർബിനെ പക്ഷെ ഇംഗ്ലീഷുകാർ അങ്ങനെ ഒന്നും മുറിക്കുകയൊന്നുമില്ല. വലിയ സ്നേഹം ആദരവാണ്. അവര് അതേപടി മുന്നിൽ കൊണ്ടുവന്ന് ഇടുന്നു. അപ്പോൾ ചോദ്യമാകുന്നു. വി ആർ ഹാപ്പി. അപ്പൊ ആറ് മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ മതി. ആർ വി ഹാപ്പി, ആർ വി ഹാപ്പി, ആർ വി ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ആർ വി ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരാണോ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണോ? ആർ വി സ്മാർട്ട്, നമ്മൾ സ്മാർട്ട് ആണോ? ആർ വി കൈൻഡ്, നമ്മൾ ദയുള്ളവരാണോ? ആർ വി പങ്ക്ച്വൽ, നമ്മൾ പങ്ക്ച്വൽ ആണോ, കൃത്യനിഷ്ഠയുള്ളവരാണോ? ഇനി യു അല്ലെ, ആർ, ഇതെല്ലാം പ്ലൂറലാണ് അല്ലേ. ആർ യു ഹാപ്പി, നിനക്ക് സന്തോഷമാണോ, അല്ലെങ്കിൽ നീ സന്തോഷവാനാണോ? ആർ യു സ്മാർട്ട്, നീ സ്മാർട്ട് ആണോ? ആർ യു സ്മാർട്ട്, ആർ യു സ്മാർട്ട്, നീ സ്മാർട്ട് ആണോ? ആർ യു കൈൻഡ്, നീ ദയുള്ളവനാണോ? ആർ യു പങ്ക്ച്വൽ, നീ സമയകൃത്യതയുള്ളവരാണോ? അല്ലെ ആർ യു പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ ആണോ? ആർ യു പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ ആണോ? ഈ ചോദ്യ രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്വന്തമാക്കണം. ആർ ദേ ഹാപ്പി, അവർ സന്തോഷവാന്മാരാണോ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമാണോ? ഹാപ്പി നമുക്ക് അങ്ങനെയും പറയാം. ആർ ദേ സ്മാർട്ട്, അവർ സ്മാർട്ട് ആണോ? ആർ ദേ കൈൻഡ്, അവർ ദയുള്ളവരാണോ? ആർ ദേ പങ്ക്ച്വൽ, അവർ പങ്ക്ച്വൽ ആണോ? ആർ മൈ ഫ്രണ്ട്സ് ഹാപ്പി, നമ്മൾ അങ്ങനെ പറയാറില്ല. അതിന് പറയാം മൈ ഫ്രണ്ട്സിന് അവർ എന്ത് പറയും? ദേ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഓക്കെ, കാരണം മൈ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ആർ മൈ ഫ്രണ്ട്സ് ഹാപ്പി, അതൊരു സുഖമുള്ളതല്ല, പക്ഷെ നമുക്ക് പറയാം, തെറ്റൊന്നുമില്ല. ആർ ദ സ്റ്റുഡൻസ് ഹാപ്പി, ആർ ദ സ്റ്റുഡൻസ് ഹാപ്പി, കുട്ടികൾ സന്തോഷന്മാരാണോ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. സാധാരണ നമ്മൾ അതിന് പകരം ദേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുള്ളൂ. പ്ലൂറലിൽ ഇതുപോലുള്ള വാക്കുകൾ വരുമ്പോൾ ദേ, അവർ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതിലേക്ക് പോകാം. ആർ വി ടീച്ചേഴ്സ്, ആർ വി ടീച്ചേഴ്സ്, ആർ വി ടീച്ചേഴ്സ്, നമ്മൾ അധ്യാപകരാണോ? ആർ വി ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് ആണ്, നമ്മൾ കൂട്ടുകാരാണോ? ആർ വി സ്റ്റുഡൻസ്, നമ്മൾ വിദ്യാർത്ഥികളാണോ? ആർ യു ടീച്ചേഴ്സ്, നിങ്ങൾ ആർ യു ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരാണോ? ആർ യു ഫ്രണ്ട്സ്, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ആർ യു സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളാണോ? ആർ ദേ ടീച്ചേഴ്സ്, ആർ ദേ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണോ? ആർ ദേ ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സ് ആണോ? ആർ ദേ സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളാണോ? ഇവയ്ക്ക് പകരം ഇതുപോലുള്ള ധാരാളം വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ നമ്മൾ നോക്കണം. അതുപോലെ ഹാപ്പി, സ്മാർട്ട്, ഇതിന് പകരമായിട്ട് റിച്ച്, പുവർ, ഏബിൾ, സാഡ്, കുറച്ച് എഴുതിയിട്ടുള്ള ലക്ഷക്കണക്കിനുണ്ട് ഇതുള്ള വാക്കുകൾ. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, ആർ കൊണ്ടൊന്ന് മുമ്പിലിട്ടാൽ മതി. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വാചകം. എപ്പോഴും പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ. ഒരാളെ കൂടി കിട്ടിയിട്ട് മലയാളം പറഞ്ഞ് മറ്റേ ഇംഗ്ലീഷ് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരിക്കലും മറക്കത്തില്ല. വളരെ എളുപ്പം പഠിക്കുക. പിന്നെ വെർബിന്റെ ലിസ്റ്റ്, വെർബ് പഠിക്കണം. ഈ 4 ഫോംസ് ഉള്ള കളിയാണ് ഇംഗ്ലീഷ്, അത് അറിഞ്ഞിരിക്കണം. അത് കുറേശ്ശായിട്ട് പഠിക്കുക. ലിസ്റ്റ് ആവർത്തിച്ച് വരികയാണ്, പക്ഷെ കുറച്ച് വാക്കുകളെങ്കിലും ഒരു ദിവസം പഠിക്കാൻ നോക്കുക. 4 ഫോംസും പഠിക്കാൻ നോക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്.
ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ, എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പഠിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് 3ഉം ഒരേപോലെ ഇരിക്കുകയാണ് അല്ലേ. നമ്മള് ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ വെർബ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോമും കട്ട് തന്നെയെന്നാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ.
പ്രസന്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട് ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യം. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട് ഷട്ട് ഷട്ട്, ലെറ്റ് ലെറ്റ് ലെറ്റ്, ക്വിറ്റ് ക്വിറ്റ് ക്വിറ്റ്, bet bet bet, hit hit hit, split split split, set set set, herd herd herd, spread spread spread, host host host, telecast telecast telecast, broadcast broadcast broadcast, burst burst burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു. ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്. ഇനി അടുത്തുള്ള വെബ്സ് ഒക്കെ ഡിഒ ഇഡിഒ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. കോൾ കോൾഡ് കോൾഡ്, പ്ലേ പ്ലേഡ് പ്ലേഡ്, വാക്ക് വാക്ഡ് വാക്ഡ്, പ്രേ പ്രേഡ് പ്രേഡ്, ക്ലീൻ ക്ലീൻഡ് ക്ലീൻഡ്, jump jumped jumped, close closed closed, open opened opened, study studied studied, lie lied lied, help helped helped, respect respected respected, accept accepted accepted, ask asked asked.